യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നെസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളെ ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വിചിന്തനം ചെയ്തുകൊണ്ടിരുന്നത് പഴയ കാലങ്ങളിലൊക്കെ സന്യാസികളെക്കുറിച്ച് വലിയ അഭിപ്രായവും അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഒരുപാട് മതിപ്പും വളരെ ബഹുമാനവും ഒക്കെ സമൂഹത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇനി ആധുനിക കാലത്ത് അതിന് കുറേയൊക്കെ ഇടി വന്നിട്ടുള്ളതായിട്ട് പലപ്പോഴും കാണുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യവുമാണ്. അതിൻ്റെ കാരണം എന്താണ് എന്ന് വെച്ചാൽ, ആധുനിക ലോകത്തിൽ ഈ സന്യാസ ജീവിതത്തിന്, സമർപ്പിത ജീവിതത്തിനുള്ള പ്രസക്തി എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ തുടർന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഈ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഈ ഇന്നത്തെ പഴയ കാലത്ത് സമർപ്പിതരെക്കുറിച്ച് വലിയ ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടായിരുന്നു, അവരെ വിലമതിച്ചിരുന്നു. പക്ഷേ ഇന്ന് ആധുനിക ലോകത്തിൽ അതൊക്കെ വിലയിടിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു സംശയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം, ഈ കാലഘട്ടത്തിൽ ഈ സന്യാസ സമർപ്പിത ജീവിതത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് അച്ഛനൊന്ന് വ്യക്തമാക്കി തരാമോ? ക്രൈസ്തവരുടെ ഇടയിലും ലോകത്തിലും ഇന്നും സമർപ്പിത ജീവിതത്തിന് പ്രസക്തിയുണ്ട്. ക്രൈസ്തവരുടെ ജീവിതത്തിൽ, ക്രൈസ്തവരുടെ ഇടയിൽ എന്താണ് സമർപ്പിത ജീവിതത്തിൻ്റെ, സമർപ്പിതരുടെ പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ ക്രൈസ്തവ വിശ്വാസം ജീവിതത്തിലൂടെ വെളിപ്പെടുത്തണമെന്ന് സമർപ്പിതരായിട്ടുള്ള വ്യക്തികൾ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു അടയാളമായിട്ട് ക്രൈസ്തവ ലോകത്തിൻ്റെ മുമ്പിൽ ഇവർ നിലകൊള്ളുകയാണ്. തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ എങ്ങനെ ജീവിക്കണം എന്ന് തൻ്റെ ജീവിതത്തിലൂടെയും തൻ്റെ പ്രബോധനങ്ങളിലൂടെയും കർത്താവ് പഠിപ്പിച്ചു. അപ്പോൾ അങ്ങനെ കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെയും പ്രബോധനങ്ങളിലൂടെയും പഠിപ്പിച്ച കാര്യങ്ങൾ സമർപ്പിതരായിട്ടുള്ള വ്യക്തികൾ അത് തങ്ങളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവരുടെ വിശ്വാസം ജീവിക്കേണ്ടതെന്നും കർത്താവ് പഠിപ്പിച്ച പ്രബോധനങ്ങൾക്ക് എങ്ങനെ പ്രബോധനങ്ങൾക്ക് പ്രത്യുത്തരം നൽകാമെന്നും അവരെ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന വ്യക്തികളാണ്. പ്രത്യേകിച്ച് വിശ്വാസം, സ്നേഹം, ഉപവി, അപ്പോൾ ഈ കാര്യങ്ങൾ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് സമർപ്പിതരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അത് അവരുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും വെളിപ്പെടുത്തുകയാണ്. അതൊരു വലിയ സാക്ഷ്യമാണ്. ഇപ്പോൾ സാധാരണ ക്രൈസ്തവരെ സംബന്ധിച്ചോളം ഇവർ ഒരു ഇൻസ്പിരേഷനാണ്, ഒരു മാതൃകയായിട്ട് നിലകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ സമർപ്പിതരുടെ ശുശ്രൂഷ, ഇപ്പം ജീവിതത്തിന് മാതൃക, അതോടൊപ്പം തന്നെ ഇവരുടെ ശുശ്രൂഷ ക്രൈസ്തവ സമൂഹം സ്വീകരിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഒരു ഇടവകയിൽ, നമ്മളൊരു ഇടവക സമൂഹത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ആ ഇടവകയിൽ ഒരു സമർപ്പിത സമൂഹമുണ്ടെങ്കിൽ അത് സിസ്റ്റേഴ്സിൻ്റെ ആകാം, അല്ലെങ്കിൽ വൈദികരുടെ സമർപ്പിത സമൂഹമായിരിക്കാം. അങ്ങനെ ഒരു സമൂഹമുണ്ടെന്നുണ്ടെങ്കിൽ അജപാലനപരമായിട്ടുള്ള ഇടവകയിലെ വികാരിയച്ഛൻ്റെ ഉത്തരവാദിത്വത്തിൽ, ദൗത്യത്തിൽ അവർ പങ്കുചേരുകയാണ്. ഉദാഹരണമായിട്ട് വൈദികരുടെ ഒരു സമർപ്പിത സമൂഹം, അവിടെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ അഭ്യർത്ഥന പ്രകാരം അവിടെ വിശുദ്ധ ബലി അർപ്പിക്കാം, മറ്റു കുദാശകൾ പരികർമ്മം ചെയ്യാം, വചനപ്രഘോഷണം നടത്താം, അതുപോലെ കൗൺസിലിംഗ്, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിൻ്റെ ഒരു സഭ
ഒരു ഇടവകയിലുണ്ടെന്നുണ്ടെങ്കിൽ പലതരത്തിൽ വിശ്വാസ വളർച്ചയ്ക്ക് ഈ സിസ്റ്റേഴ്സിൻ്റെ സേവനം ഉപയോഗപ്പെടുത്താം. മതബോധന രംഗത്ത്, അതുപോലെ തന്നെ കുടുംബ പ്രേക്ഷിതം, അത് വളരെ പ്രേക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ അത് വലിയ ഒരു സഹായമായിരിക്കും. കുടുംബങ്ങൾ, ഫാമിലികൾ വിസിറ്റ് ചെയ്യുക, അത് ക്രൈസ്തവരുടെ, കത്തോലിക്കരുടെ മാത്രമല്ല മറ്റു ഇതും. ഞാൻ കത്തോലിക്കരുടെ ഇടയിലുള്ള സേവനത്തെക്കുറിച്ച്, ക്രൈസ്തവരുടെ ഇടയിലുള്ള സേവനത്തെക്കുറിച്ചാണ് പറയുക. ഇപ്പം കുടുംബ സന്ദർശനം, ആ സന്ദർശനം വഴിയായിട്ട് കുടുംബത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ഉപദേശങ്ങൾ വഴിയായിട്ടൊക്കെ അത് പരിഹരിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇവർക്ക് ഒരുപാട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇടവക പള്ളിയിൽ സഹായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു സന്യാസ സമൂഹത്തിൻ്റെ, സന്യാസിനി സമൂഹത്തിൻ്റെ സാന്നിധ്യവും എപ്പോഴും ഒരു വിശ്വാസ സമൂഹത്തിന് എപ്പോഴും സഹായകമായിട്ടുള്ള കാര്യമാണ്. അജപാലന രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ തന്നെ ആതുര സേവന രംഗത്ത് ഇവരുടെ ശുശ്രൂഷ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതായത് പകരം വയ്ക്കാനാവാത്ത വിധമുള്ള ഒരു അതെ സ്ഥാനമുണ്ട് അവർക്കൊരു സ്ഥാനമുണ്ട്, എന്നും ഒരു സ്ഥാനമുണ്ട്, അന്നും ഇന്നും എന്നും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ ഒരു സഭാ സമൂഹം ഒരു ഇടവകയിൽ നിന്ന് അത് ക്ലോസ് ചെയ്യുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആളുകൾക്ക് ഒരുപാട് പ്രയാസമുണ്ട്. പിന്നെ ലോകത്തിൽ ഇവരുടെ സേവനം എന്ന് പറയുന്നത് അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ലോകം മുഴുവനും, അതായത് ക്രൈസ്തവ സഭയുടെ സേവനം ലോകത്തിൽ എക്കാലവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ലോകത്തിന് നൽകിയിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ സംഭാവന, ലോകത്തിന് നൽകിയിട്ടുള്ള സംഭാവന ലോകചരിത്രത്തിന് വിസ്മരിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. വിദ്യാഭ്യാസ മേഖല, പല മേഖല സേവനം, അതെ, അതൊക്കെ എല്ലാവരും പോഴ്ത്തി പറയുന്നതാണ്. അതെ, അത് നമ്മൾ എല്ലാ ഭൂഖണ്ഡത്തിലും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. യൂറോപ്പിൽ, അമേരിക്കയിൽ, ആഫ്രിക്കയിൽ, അതുപോലെ ഏഷ്യ ഭൂഖണ്ഡത്തിൽ, ഏത് ഭൂഖണ്ഡത്തിലും സമഗ്രമായിട്ടുള്ളൊരു സംഭാവന എല്ലാ മേഖലയിലും നൽകിയിട്ടുണ്ട്. സാറ് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ, ആതുര സേവന രംഗത്ത് എന്ന് പറയുമ്പോഴത്തേക്കും, സാമൂഹ്യ സേവന രംഗത്ത്, അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ, പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകളിലൂടെയുള്ള ഒരു ശുശ്രൂഷ എന്ന് പറയുന്നൊരു കാര്യം അത് നമുക്ക് മറക്കാനായിട്ട് സാധിക്കില്ല. സാംസ്കാരിക രംഗത്ത് പറയുന്ന, മാധ്യമരംഗത്ത്, ഈവൻ കൃഷിയുടെ കാര്യത്തിൽ തന്നെ നോക്കുക, ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഉദാഹരണമായിട്ട് മിഷണറിമാർ ഏതൊക്കെ ദേശങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ അങ്ങേയറ്റം അവർ ശ്രദ്ധിച്ചിരുന്നു. ആ പാവപ്പെട്ട ആളുകളുടെ പ്രവർത്തിക്കുമ്പോൾ അവരുടെ ജീവിക്കാനും ജീവൻ നിലനിർത്താനും വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള ഈ കാര്യങ്ങൾ, വിത്തുകൾ കൊണ്ടുപോകുന്നു, അതുപോലെ തന്നെ കൃഷി ചെയ്യാനായിട്ടുള്ള പാഠങ്ങൾ അവരെ പഠിപ്പിക്കുന്നു. അപ്പോൾ എല്ലാ സ്ഥലത്തുമൊക്കെ അങ്ങനെയാണ് ഈ മിഷണറിമാരുടെ പ്രവർത്തനം ഉള്ള കാര്യമുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഞാൻ പറയാം ആഫ്രിക്കയിലേക്ക് നോക്കുമ്പോഴത്തേക്കും വളരെ ദരിദ്രമായിട്ടുള്ള ഒരു ഭൂഖണ്ഡമാണെന്ന് ഇവിടെ പറയാം, ഇപ്പോഴും പറയാം എന്നുള്ളതാണ്. ഡെവലപ്പിംഗ് കൺട്രീസ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, എങ്കിലും ഇപ്പോഴും സൊമാലിയ, എരിത്രയ, എത്തിയോപ്യ, സുഡാൻ, അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പല രാജ്യങ്ങളും അത് കുറേയെങ്കിലുമൊക്കെ വികസിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സമർപ്പിതരായിട്ടുള്ള വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ, അല്ലെങ്കിൽ സഭയുടെ പൊതുവായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. HIV അത് ഗവൺമെൻറ്റിന് പോലും ചെയ്യാൻ പറ്റാത്ത, ഗവൺമെൻറ് മിഷണറീസിന് പോലും ചെയ്യാൻ പറ്റാത്ത, ഇപ്പോൾ HIV പോസിറ്റീവ് ആയിട്ടുള്ള രോഗികളുടെ ഇടയിലുള്ള ശുശ്രൂഷ, അതുപോലെ തന്നെ മറ്റാരും കടന്നു ചെല്ലാനായിട്ട് മറ്റാരും മടിക്കുന്ന ആയിട്ടുള്ള ഒരേ മേഖലകളിലേക്കുള്ള, വെള്ളമില്ല, വെളിച്ചമില്ല, ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക്. അതുകൊണ്ടാണ് ഒരു പുസ്തകം ആഫ്രിക്കയിൽ ഞാൻ അറിയുന്ന ഒരാൾ എഴുതിയിട്ടുള്ളൊരു പുസ്തകം, ആഫ്രിക്ക ഈസ് നോട്ട് എ ഡാർക്ക് കോണ്ടിനെൻറ്റ്, അതൊരു ഇരുണ്ട ഭൂഖണ്ഡമല്ല, ആഫ്രിക്ക ഇരുണ്ട ഭൂഖണ്ഡമല്ല എന്ന് ഉള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒരു കാലത്ത് ഇരുണ്ട ഭൂഖണ്ഡം എന്ന് പറയുന്നു,
അപ്പോൾ ഇരുണ്ട ഭൂഖണ്ഡമാകാതെ പ്രകാശമുള്ള ഭൂഖണ്ഡമായിട്ട് മാറിയതിൻ്റെ പിന്നിൽ മിഷണറിമാരുടെ പ്രവർത്തനമുണ്ടെന്ന് ആ ഗ്രന്ഥകാരന് വെളിപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് കുഷ്ഠരോഗത്തിൻ്റെ ഇടയിൽ ഫാദർ ഡാമിയൻ അങ്ങനെയല്ലേ? അതെ അതെ. അപ്പോൾ ഇത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചെയ്യാനായിട്ട് മടിക്കുന്ന ജോലികളാണ് ചെയ്യുന്നതെന്ന് ഓർക്കണം ഒരു കാര്യം. അപ്പോൾ ചിലപ്പോഴേ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആളുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, വേറെ ആൾക്കും ചെയ്യാവുന്ന പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ് ചെയ്യുന്ന ജോലി അത് ആർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഇവരില്ലെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കുന്ന അതായത് അധ്യാപനം, എന്നിട്ട് ന്യായങ്ങൾ പറയുന്ന കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അധ്യാപനത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയും. ഇവർ തന്നെ വേണമെന്നില്ലല്ലോ. ഇല്ല, ആർക്കും പഠിപ്പിക്കാമല്ലോ, നന്നായിട്ട് പഠിപ്പിക്കാമല്ലോ. വേറെ ആർക്കും ആവുമല്ലോ. നഴ്സിംഗ് നന്നായിട്ട് പഠിക്കും, ഡോക്ടർ, സാമൂഹ്യ പ്രവർത്തകർ എന്നൊക്കെ പറയുന്നൊരു കാര്യം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് നമുക്ക് തോന്നാം. എല്ലാ സ്ഥലത്തുമൊക്കെ സിസ്റ്റേഴ്സാണോ പഠിപ്പിക്കുന്നത്, വൈദികരാണോ പഠിപ്പിക്കുന്നത്? അല്ല, സ്കൂളിൽ പഠിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ ഓർക്കണം, ഇതിനൊക്കെ വേണമെങ്കിൽ പകരം വെക്കാം. പക്ഷെ എന്നാലും അവരൊക്കെ ഈ മറ്റ് പബ്ലിക്കുള്ള പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല. അതെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഓർക്കുന്ന ഒരു കാര്യം, സമർപ്പിതയായിട്ടുള്ള ഒരു വ്യക്തി ഫുൾ ഡെഡിക്കേഷനോടുകൂടി മറ്റ് സ്വാർത്ഥമായിട്ടുള്ള യാതൊരു താല്പര്യവും ഇല്ലാതെ, പിന്നെ മാത്രമല്ല നമ്മളൊരു വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ് വാസ്തവത്തിൽ. മൂല്യത്തിൽ, അതായത് ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ക്രൈസ്തവ മൂല്യത്തിൽ അടിസ്ഥാനമിട്ട് ഉള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. മാനവിക മൂല്യത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൊടുക്കുന്ന ഒരു ഇതാണ്, സമർപ്പണമാണ് അതിൻ്റെ പിന്നിൽ. മാത്രമല്ല മറ്റാർക്കും എത്ര പ്രതിഫലം കൊടുത്താൽ പോലും ജോലി ചെയ്യാനില്ലാത്ത ചില മേഖലകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മദർ തെരേസ ശരീരം വ്രണം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അടുത്ത ഒരു മനുഷ്യനും ചെല്ലാനായിട്ട് സാധിക്കാത്ത വിധത്തിൽ ദുർഗന്ധം വമിക്കുന്ന ശരീരത്തോടു കൂടിയുള്ള ഒരു മനുഷ്യൻ്റെ മുറിവുകളും അവൻ്റെ വ്രണങ്ങളും ഒക്കെ കഴുകിക്കെട്ടുമ്പോൾ അടുത്ത് നിന്നിരുന്ന ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു യൂറോപ്യൻ പത്രപ്രവർത്തകൻ പറയാണ്, എനിക്ക് എത്ര $1000 തരാമെന്ന് പറഞ്ഞാലും ഞാൻ ഈ ജോലി ചെയ്യല. അപ്പോൾ മദർ തെരേസ പറയുന്നത്, ഞാനും തന്നെ എത്ര $1000 തന്നെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യല, പക്ഷേ ഞാനിത് ചെയ്യുന്നത് ക്രിസ്തുവിനോടുള്ള എൻ്റെ സ്നേഹത്തെ പ്രതിയാണ്. ഞാൻ ഇവരിൽ ക്രിസ്തുവിനെ കാണുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ ഇങ്ങനെയുള്ള ആളുകളാണ് ആരും കടന്നു ചെല്ലാൻ മടിക്കുന്നതായിട്ടുള്ള മേഖലകളിലേക്ക്, ഇടങ്ങളിലേക്ക് ഈ മിഷണറിമാർ കടന്നു ചെല്ലുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുമ്പോഴത്തേക്കും, ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ സംരക്ഷിക്കുന്ന നമ്മുടെ ഈ സന്യാസിനികളും നടത്തുന്ന സ്ഥാപനങ്ങൾ ഓർക്കണം. അതായത് ഒരു കുടുംബത്തിൽ മാതാപിതാക്കന്മാർ ഒരു കുഞ്ഞായിരിക്കും ഉണ്ടാകുന്ന ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ സംരക്ഷിക്കാനായിട്ട് മാതാപിതാക്കന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് അവരനുഭവിക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് ഉണ്ടാക്കുകയാണ്. എത്ര സ്നേഹത്തോടെ, എത്ര കരുതലോടെ, കരുണയോടെ ആണ് വാസ്തവത്തിൽ ഇങ്ങനെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അമ്മയായിട്ടും അപ്പനായിട്ടും ഒക്കെ ഇവർ ജീവിക്കുന്നത്. അതുപോലെ വാർദ്ധക്യത്തിൽ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കന്മാർ, ഇങ്ങനെ അരികിലാക്കപ്പെട്ട സമൂഹത്തിലും കുടുംബങ്ങളിലുമൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികൾ, വഴിതെറ്റിപ്പോയിട്ടുള്ള വ്യക്തികൾ, ഇവരെയൊക്കെ മാനസികമായിട്ടുള്ള ഒരു സമതല തെറ്റിപ്പെട്ടിട്ടുള്ള മാനസിക നില തകരാറിലായിട്ടുള്ള ആളുകൾ. ഞാനൊരു സ്ഥാപനത്തിൽ അങ്ങനെ ഒരു 3 വർഷത്തോളം ജീവിച്ചിട്ടുള്ളതാണ്. 300-ലധികം അംഗങ്ങളുള്ള ഒരു ആലയത്തിൽ ജീവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവർ എത്ര കരുണയോടെ കരുതലോടെയാണെന്ന് ഓർക്കണം അവിടെ സമർപ്പിതരായിട്ടുള്ള ആളുകൾ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് ഓർക്കുക. അപ്പം ഇവരുടെ ഈ ശുശ്രൂഷ, അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ മദർ തെരേസായുടെ കോൺഗ്രിഗേഷനെ മിഷണറീസ് ഓഫ് ചാരിറ്റി 1980-കളിൽ തന്നെ എത്രയോ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലാണ് അവരെ ക്ഷണിച്ചതെന്ന് ഓർക്കണം, പ്രവർത്തിക്കാനായിട്ട് ഓർക്കണം. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ അവരെ ക്ഷണിക്കുകയാണ്, അവരുടെ പ്രവർത്തനങ്ങൾ വെൽക്കം ചെയ്യുകയാണെന്നുള്ളത് ഓർക്കണം. അപ്പോൾ മാനവരാശിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ശുശ്രൂഷ, അത് മഹത്തരമായിട്ടുള്ള ശുശ്രൂഷയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർക്കണം. ഈ ഒരു സ്ഥാപനം, ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ ഒക്കെ ക്ലോസ് ചെയ്യുമ്പോൾ അത് നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. എത്രയോ അനാഥ ബാല്യങ്ങളാണ്
ആളുകൾ കരുതലും കരുണയും ഒന്നുമില്ലാതെ നഷ്ടമാകുന്നത് നമ്മൾ ഓർക്കണം. എത്രയോ വൃദ്ധരായിട്ടുള്ള അനാഥരായിട്ടുള്ള മാതാപിതാക്കന്മാർ ആണ് അവഗണിക്കപ്പെടാനായിട്ട് പോകുന്നത് നമ്മൾ ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ശുശ്രൂഷ, ഇവരുടെ ശുശ്രൂഷ ലോകത്തിലാണെങ്കിലും ക്രൈസ്തവ സമൂഹത്തിലാണെന്നുണ്ടെങ്കിലും അത് വിലമതിക്കപ്പെടേണ്ട ഒരു ശുശ്രൂഷയാണ്. മറ്റൊരു ചോദ്യം, നമ്മൾ ഈ കാലഘട്ടത്തിൽ സന്യാസ ജീവിതത്തിലേക്കുള്ള വിളി കുറഞ്ഞു വരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. പലപ്പോഴും അത് പ്രകടമാകുന്നുമുണ്ട്, ലോകവ്യാപകമായിട്ടും അത് അങ്ങനെയുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അച്ഛൻ പറയുന്നത്? നമ്മൾ വൈദിക ജീവിതത്തെക്കുറിച്ച്, വൈദിക പരിശീലനത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുകയുണ്ടായി, ലോകത്തിൽ പൊതുവെ ഈ വൈദികരാകാനായിട്ടുള്ള ആളുകൾ കടന്നു വരുന്നതിൽ ഒരു ഗണ്യമായിട്ടുള്ള കുറവ് ഈ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം. ഇതുപോലെ തന്നെയാണ് സന്യാസ സമൂഹ ജീവിതത്തിലേക്ക്, സന്യാസ സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരുടെ എണ്ണവും ലോകത്തിൽ പൊതുവെ കുറഞ്ഞിട്ടുണ്ട്. ഗണ്യമായിട്ടുള്ള കുറവ് ചില രാജ്യങ്ങളിൽ അനുഭവിക്കുന്നുമുണ്ട്, അത് വ്യക്തമാണ്. ഉദാഹരണമായിട്ട് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ സമർപ്പിത ജീവിതത്തിലേക്ക്, സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരുടെ എണ്ണം പണ്ടത്തേനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഉദാഹരണമായിട്ട് 1965 കണക്കനുസരിച്ച് അമേരിക്കയിൽ 1,80,000 സമർപ്പിതരുണ്ടായിരുന്നു. സമർപ്പിത സിസ്റ്റേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സിസ്റ്റേഴ്സ്, സന്യസ്തരായിട്ടുള്ള സിസ്റ്റേഴ്സ് 1,80,000 ഉണ്ടായിരുന്നു 1965. 2 വർഷം മുമ്പ് 2022 കണക്കനുസരിച്ച് ഉള്ളത് 42,000 താഴെയാണ്. പകുതിയിൽ താഴെയാണ് നമ്മൾ ഓർക്കണം. 2015 197 പേരാണ് അമേരിക്കയിൽ പുതിയതായിട്ട് ഈ സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നവർ. 2015 അത് 2022 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ എണ്ണം 172 എന്നുള്ളതാണ്. അപ്പം ഒരു പ്രകടമായിട്ടുള്ളൊരു വ്യത്യാസം മാത്രമല്ല, ഈ 42,000 സിസ്റ്റേഴ്സ് 2022 കണക്കനുസരിച്ച് അമേരിക്കയിലുണ്ട്. പക്ഷെ അതിൽ മഹാഭൂരിപക്ഷവും എന്ന് പറയുന്നത് 60 വയസ്സിന് മുകളിലുള്ളവരാണ് ഉള്ളതാണ്. ഇപ്പോൾ ഒരു ഗണ്യമായിട്ടുള്ള കുറവ് അതിനുണ്ട്. അതുപോലെ തന്നെയാണ് യൂറോപ്പിലും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ 2 ഭൂഖണ്ഡത്തിൽ ഒരു കാര്യമായിട്ടുള്ള ഒരു കുറവ് സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരുടെ സംഖ്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ പോകാനായിട്ട് നമുക്കതിന് മുമ്പ് വേറെ, അതേസമയം നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളിലൂടെയുണ്ട്. അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട്, അത് ഈ ആഫ്രിക്കയിൽ സംബന്ധിച്ചിടത്തോളം, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ പറയുന്ന സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നവരുടെ എണ്ണത്തിൽ കാര്യമായിട്ടുള്ള വർധനയെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഓരോ വർഷമൊക്കെ 5,000, 6,000 ആളുകൾ കൂടി വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഏഷ്യയിലെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് പൊതുവിൽ ഏഷ്യയിലെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സന്തുലിതാവസ്ഥ ഏതാണ്ട് ഒരേപോലെ തന്നെ അങ്ങോട്ട് തുടരുകയാണ്. എങ്കിലും നമ്മുടെ ഭാരതത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും, ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവുണ്ടെന്നുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിൽ സിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ സമർപ്പിത ജീവിതത്തിലേക്ക്, അത് പുരുഷന്മാരുടെ സമൂഹത്തിലേക്കാണെങ്കിലും സിസ്റ്റേഴ്സിൻ്റെ സമൂഹത്തിലാണെന്നുണ്ടെങ്കിലും കുറവുണ്ട്. പക്ഷേ സിസ്റ്റേഴ്സിൻ്റെ സമർപ്പിത സമൂഹത്തിലേക്ക് കടന്നു വരുന്നവരുടെ എണ്ണം കാര്യമായിട്ടുള്ള ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഈ അടുത്ത നാളിൽ ഒരു സിസ്റ്റർ എന്നോട് പറയുകയുണ്ടായി, ഒരു പ്രായമായിട്ടുള്ള ഒരു സിസ്റ്റർ പറയുകയുണ്ടായിരുന്നു. അവർ 1970 വ്രതം എടുത്ത ഒരു സമർപ്പിത ഇതാണ്. അപ്പോൾ അവരുടെ സമൂഹത്തിൽ അന്ന് ആദ്യ വ്രതം എടുക്കാനായിട്ട് 42 പേരുണ്ടായിരുന്നു. ഇപ്പോഴ് ആ സമൂഹത്തിലൊക്കെ 3 പേരേ ഉള്ളൂ സമർപ്പിത സമൂഹം. 54 വർഷം പിന്നിട്ടപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുറവ്, ഞാൻ ആ ഒരു പ്രത്യേക സമൂഹത്തെ അവരോട് പറഞ്ഞാണ്. എല്ലാ സമൂഹത്തിൻ്റെ കാര്യമല്ലേ, എല്ലാ സമൂഹത്തിലും കുറവുണ്ട്, പക്ഷേ ഇത്രയും ഗണ്യമായിട്ടുള്ള കുറവുണ്ടോ എന്നെനിക്കറിയില്ല. അപ്പം എല്ലാ സമൂഹത്തിലും ഈ പറഞ്ഞതുപോലെ കുറവ് അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളതാണ് ഒരു കാര്യം.
ഇനി ഞാനൊരു ഇത് പറഞ്ഞപ്പോഴേ ഞാനൊരു അനുഭവം ചെറുതായിട്ട് പങ്കുവയ്ക്കുകയാണ്. 1993 ഞങ്ങൾ നായ്ക്കമ്പറമ്പിൽ അച്ഛൻ്റെ കൂടെ അമേരിക്കയിൽ ഇങ്ങനെ പ്രീച്ചിങ്ങിന് പോയപ്പോൾ അവിടെ വെച്ച് ഈ മദർ തെരേസ കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സിനെ കണ്ടു. അപ്പോൾ അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ദൈവവിളി അവിടെ കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം ഇതാണ്: മറ്റ് സഭകളിലൊക്കെ പലപ്പോഴും ഭയങ്കര സ്കേഴ്സിറ്റി ഉണ്ട് ദൈവവിളി, പക്ഷേ ഞങ്ങളുടെ സഭയിൽ ഇതുവരെയായിട്ട് അങ്ങനെ ഒരു ദൈവവിളിക്ക് കുറവുണ്ടായിട്ടില്ല, കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ ചില കോൺഗ്രിഗേഷനിലെ പ്രത്യേകതയും കൂടി ഉണ്ടാകാം. ഒരു ആകർഷണം ആൾക്ക് അങ്ങോട്ടുണ്ടാകും ചിലപ്പോൾ. അപ്പോൾ സാറ് ചോദിച്ച ഒരു കാര്യത്തിൽ ഇപ്പം അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഈ സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വരുന്നവർ ഏത് സഭ, എങ്ങനെയുള്ള സഭയിലേക്കാണ് കടന്നു വരുന്നതെന്നുള്ള ഒരു ഇതോടെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് അവർ കൂടുതൽ സമയം, അതായത് സമർപ്പിത ജീവിതത്തോട് പ്രത്യേകിച്ച് കൂടുതൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്ന വ്യക്തികളൊന്ന്, 2 ലളിത ജീവിതം നയിക്കുന്ന സമർപ്പിത ജീവിതത്തോട് കൂടുതൽ വിശ്വസ്തത പുലർത്തുന്നതായിട്ട് സാധാരണ ആളുകൾക്ക് തോന്നുന്ന, ലോകത്തിൻ്റെ അരൂപിയോട് അധികം ലോകത്തിൻ്റെ അരൂപി, ആഡംബരം, അപ്പോൾ ഇതിനോടൊന്നും വലിയ അധികം ഭ്രമത്തിൽ അതിലധികം ഒന്ന് ചഞ്ചലിപ്പൊന്നും ഇല്ലാതെയൊക്കെ ഒരു സ്ഥിരതയോടുകൂടി എന്ന് പറയുമ്പോൾ സമർപ്പിത ജീവിതത്തിൽ കൂടുതൽ ആഴവും ആഭിമുഖ്യവും കാണിക്കുന്ന സന്യാസ സഭകളെന്നൊക്കെ തോന്നുന്നതിലേക്ക് കൂടുതലും ആളുകൾ വരുന്നുണ്ട്. അത് ഓർക്കണം. അപ്പോൾ ഈ മിഷണറീസ് ഓഫ് ചാരിറ്റീസിലേക്കൊക്കെ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ ഡെഡിക്കേറ്റഡ് ലൈഫാണ്. അല്ല, അവർ പറഞ്ഞു അവരുടെ പ്രെയർ ലൈഫ് കൂടിയാണ്. ഞങ്ങൾ ചോദിച്ചേ എന്താ നിങ്ങളുടെ അങ്ങനെയുള്ള, ഇപ്പോൾ അവർ പറഞ്ഞു അവർ വ്യക്തിപരമായി പറഞ്ഞെങ്കിൽ അവർ അന്ന് മുറികളിലൊന്നും ഫാനില്ല, പിന്നെ TV പോലും ഇല്ല. അന്നാണ് അമേരിക്കയിലാണെന്ന് ഓർക്കണം. അവിടെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും അങ്ങനെയുള്ള ഒരു കാര്യമില്ല. അപ്പോൾ അതൊക്കെ ഒരു വളരെ ലളിതമായൊരു ലാളിത്യ ജീവിതത്തിൻ്റെ ഒരു അടയാളമാണ്. അതായത് സുവിശേഷ ഉപദേശങ്ങളോടുള്ള വിശ്വസ്തത, ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ചോദിക്കുമ്പോൾ സാറ് പറയുമ്പോഴും മിഷണറീസ് ഓഫ് ചാരിറ്റിയിലും അംഗങ്ങൾ കടന്നു വരുന്നതിൻ്റെ കുറവുണ്ട്. അതിനൊക്കെ ബാഹ്യമായിട്ടുള്ള ചില കാരണങ്ങളുമുണ്ട്, എല്ലാ സഭകളും പൊതുവായിട്ടുള്ള. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാവുന്നൊരു കാര്യമാണ്. ഒരു പക്ഷേ അടുത്ത എപ്പിസോഡിൽ സമയമാകുകയാണെന്നുണ്ടെങ്കിൽ. യേശുവിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഇത്രയും സമയം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ കാലയളവിൽ സന്യാസ ജീവിതത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ്. ആ കാര്യങ്ങൾ നമ്മൾ തുടർന്നുള്ള എപ്പിസോഡുകളിൽ ചിന്തിക്കുന്നതാണ്. ഇത്രയും സമയം ഇക്കാര്യങ്ങളുമായി നമ്മളുമായി പങ്കുവച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഭയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ എഴുതുമ്പോൾ നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ കൂടെ കാണിക്കുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, വിറ്റ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.